കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. ഞാനെന്നും എൻ്റെ മക്കളുടെ സ്വന്തമാണ്. ജീവിതത്തിലെ സുഖദുഃഖങ്ങളിൽ മക്കളൊരിക്കലും തനിച്ചല്ല. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ സത്യം ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ജീവിത പ്രതിസന്ധികളിലാകുമ്പോൾ ഞാൻ നിങ്ങളുടെ മനസ്സിൻ്റെ ക്യാൻവാസിൽ ഉണ്ടാവില്ല. ദുരിതക്കടലിൻ്റെ മുമ്പിൽ നീ തനിയെ നിൽക്കുമ്പോൾ നിസ്സഹായതയും അപകട ഭീഷണിയും വൈകാരിക വേലിയേറ്റങ്ങളും കൊണ്ട് നിന്റെ മനസ്സ് ഇളകി മറിയും. യുക്തിരഹിതമായ തീരുമാനങ്ങൾക്കും അപകടപൂർണമായ ചുവടുവയ്പ്പിനും ആ സമയത്ത് നിഷേധശക്തികൾ നിന്നെ നിർബന്ധിക്കും. ഈ സമയത്ത് ഒരിക്കലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നല്ലേ? കാണുന്ന കാര്യങ്ങളിൽ ദൃഷ്ടി ഉറപ്പിക്കരുത്. കൺമുമ്പിൽ കാണാത്ത കരുണാമയനിൽ നിന്റെ മനസ്സുറപ്പിക്കണം. എന്നിലും എൻ്റെ വാഗ്ദത്തങ്ങളിലുമുള്ള നിന്റെ വിശ്വാസവും ആശ്രയവും മനസ്സിൽ ആവർത്തിച്ച് പറയണം. എന്നെ ഉള്ളതുപോലെ കാണുന്ന എൻ്റെ സ്വർഗസ്ഥ പിതാവിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് അസ്വസ്ഥമായ നിന്റെ മനസ്സിനോട് ആവർത്തിച്ച് പറയണം. ഞാൻ നിന്നെ ദുരന്തങ്ങളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ബലിഷ്ഠകരങ്ങളിൽ നിന്നും രക്ഷിക്കും. വരും ദിവസങ്ങളിലെ ദുരിതങ്ങളെ ഓർത്തുള്ള നിന്റെ ഭീതിക്ക് പിന്നിലെ കാരണം എന്നിലുള്ള വിശ്വാസക്കുറവാണ്. അത് നീ മനസ്സിലാക്കണം. നിന്റെ ഓരോ ദിവസവും ഞാൻ നിനക്ക് നൽകുന്ന വിലപ്പെട്ട സമ്മാനമാണ്. ഇന്നത്തെ വിസ്മയ ദിവസം കയ്യിൽ തന്നിരിക്കുമ്പോൾ നാളുകളെപ്പറ്റി ചിന്തിച്ച് വ്യാകുലപ്പെടുന്നത് വളരെ ഭോഷത്വമാണ് കുഞ്ഞെ. ഇന്നത്തെ ദിവസത്തെ നന്മകളും അനുഗ്രഹങ്ങളും അടങ്ങിയ വിസ്മയ ഗിഫ്റ്റ് പാക്കറ്റ് മെല്ലെ മെല്ലെ തുറന്ന് മനസ്സ് നിറയെ കണ്ട് ആസ്വദിക്കണം, സന്തോഷിക്കണം. അതിലെ ഓരോ നന്മകളുടെയും രുചിഭേദങ്ങൾ അനുഭവിക്കുമ്പോൾ നീ എന്നെ രുചിച്ചറിയും. വേദനയും സങ്കടവും നൊമ്പരവും അതിലുണ്ടാകും. അതും രുചിച്ചു നോക്കണം. റോമലേഖനം 8:31 ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? 2 കൊരിന്ത്യർ 4 ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. കാണുന്നതിലല്ല, കാണാത്തവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാണുന്നത് നശ്വരങ്ങളാണ്, കാണാത്തത് അനശ്വരങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 16 ഹാഗർ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയി എന്ന് വിളിച്ചു. കാരണം
എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. ഈ തിരുവചനങ്ങളാൽ ദൈവം ഇന്ന് അസ്വസ്ഥമായ നമ്മുടെ മനസ്സിന് സാന്ത്വനവും സമാധാനവും നൽകട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.